നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും റിയാക്ഷൻ കാരണം വലിയ പ്രശ്നമായി മാറുന്നു. ഈ വീഡിയോയിൽ റിയാക്ഷനും റെസ്പോണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിലെ റിയാക്ഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം വളരെ സമാധാനപരമായി മാറും. റെസ്പോൺസും റിയാക്റ്റും തമ്മിലുള്ള ചെറിയ വ്യത്യാസം ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസം സൃഷ്ടിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഉടനടി മറുപടി പറയാറുണ്ടോ? അതാണ് റിയാക്ഷൻ. എന്നാൽ ഒന്ന് ആലോചിച്ച് ഒരു മിനിറ്റ് ഒന്ന് നിർത്തി സമാധാനപരമായി നിങ്ങൾ മറുപടി പറയാറുണ്ടോ? അതാണ് റെസ്പോൺസ്. ഈ റെസ്പോൺസും റിയാക്റ്റും തമ്മിലുള്ള ചെറിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം സൃഷ്ടിക്കുന്നു. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസാണ്. എന്നാൽ റെസ്പോൺസ് കോൺഷ്യസ് ചോയ്സാണ്. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ റിയാക്റ്റ് ചെയ്യാറില്ല, പകരം റെസ്പോണ്ടാണ് ചെയ്യാറ്. കാരണം അവർക്കറിയാം, ഒന്ന് നിർത്തിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായേക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ട്രിഗർ ചെയ്തുകൊണ്ട് വന്നാൽ നിങ്ങൾ ഉടനടി റിയാക്റ്റ് ചെയ്യരുത്, പകരം റെസ്പോണ്ട് ചെയ്യണം. കാരണം റിയാക്റ്റ് ചെയ്യുന്നത് ബന്ധങ്ങൾ തകർത്തേക്കാം, എന്നാൽ റെസ്പോണ്ട് ചെയ്താൽ ബന്ധങ്ങൾ ശക്തമാകും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു കാറിലൂടെ ഒരു അച്ഛനും മകനും യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് കുറച്ച് ജ്യൂസ് താഴെ വീണു. അച്ഛൻ ദേഷ്യം വന്ന് ബഹളം വെച്ചു ജ്യൂസ് താഴെ കളഞ്ഞതിന്. അച്ഛൻ്റെ ശ്രദ്ധ ഒന്ന് മാറിയത് കാരണം അദ്ദേഹത്തിൻ്റെ കൺട്രോൾ കൈവിട്ട് കാർ ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചു. മൊത്തം പ്രശ്നം കൂടുതൽ വഷളായി. അതാണ് റിയാക്ഷൻ. എന്നാൽ ആ സമയത്ത് അച്ഛനൊന്ന് ആലോചിച്ച്, കുഴപ്പമില്ല, നമുക്ക് ആ ജ്യൂസ് മറിഞ്ഞത് നമുക്കൊന്ന് വൃത്തിയാക്കി കളഞ്ഞേക്കാം കുറച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ആ മകനെ സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ അതൊരു റെസ്പോൺസായി മാറും. ആ പ്രശ്നം അവിടെ അവസാനിക്കും. അപ്പോൾ റിയാക്റ്റ് ചെയ്തതുകൊണ്ട് ആ പ്രശ്നം കൂടുതൽ വലിയ പ്രശ്നത്തിലേക്ക് മാറി. എന്നാൽ റെസ്പോണ്ട് ചെയ്താൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. വേറൊരു കഥ പറയട്ടെ, റിയാക്റ്റും റെസ്പോണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. ഒരു കഫേയിൽ കുറേ പേർ സമാധാനമായി കാപ്പി കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി ഒരു പാറ്റ വന്ന് ഒരു സ്ത്രീയുടെ മേൽ വീണു. അവൾ ഭയന്ന് നിലവിളിച്ചു, പാറ്റ പാറ്റ എന്ന് പറഞ്ഞ്. അവൾ കൈകൾ വീശി, അത് പറന്നിട്ട് വേറൊരു സ്ത്രീയുടെ മേൽ പോയി. അവിടെയുള്ള സ്ത്രീകൾ മൊത്തം നിലവിളിക്കാൻ പോയി. അത് കണ്ട് കഫേയിലുള്ളവർ മൊത്തത്തിൽ ആകെ പേടിച്ചു. അപ്പോൾ ഒരു വെയിറ്റർ ശാന്തമായി അടുത്ത് വന്ന് ആ പാറ്റയെ മെല്ലെ പിടിച്ചു പുറത്തേക്കിട്ടു. അയാൾ നിലവിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ചെയ്തതെന്താണ്? വളരെ ശാന്തമായി ആ പാറ്റയെ പിടിച്ച് പുറത്തേക്കെറിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.